അത് തുടങ്ങിയത് ബി.ജെ.പി. ആണ്. വലിയ അളവിൽ ഒക്കെ വിറ്റ് തീർക്കുന്നു. ഇപ്പോ എല്ലാ തരത്തിലുള്ള ദേശാൽകൃത സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. അത് തുടങ്ങിയത് ബി.ജെ.പി. ആണ്. വലിയ അളവിൽ ഒക്കെ വിറ്റ് തീർക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് വരുമ്പോ ഈ റൂട്ട് ദേശാൽക്കരിച്ചിട്ട് അന്നൊക്കെ ഇവിടെ ബസ്സിലുണ്ടായിരുന്ന വലിയ പ്രശ്നം, KSRTC ബസ്സിലുണ്ടായിരുന്ന ഒരു വലിയ സംഗതി, കാർന്ന് തെക്കുന്ന ആൾ വരും. അപ്പം ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുക, താൻ എങ്ങോട്ടാണ്? ഈ താൻ വിളിക്കുന്നത് ബഹുമാനമാണോ മര്യാദകളാണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. വലിയ ബഹളാണ്. താൻ വിളിച്ചു, താൻ അവർ നിന്ദിച്ച് വിളിക്കുന്നതല്ല. ഇയാൾ എങ്ങോട്ടാണ് ചോദിച്ചാൽ ഇയാളുടെ കയ്യിൽ ഇയാൾ എന്ന് പറഞ്ഞാൽ ബഹുമാനമാണോ നിന്ദയാണോ എന്ന് അറിഞ്ഞൂടാ. വലിയ തർക്കമാണ് KSRTC. കാരണം ഞങ്ങൾക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതില് റൂട്ട് ദേശീകരിച്ചപ്പോൾ ഇതിൽ ഓവർലാപ്പിംഗ് അനുഭവിച്ചിരുന്നില്ല. വലിയ സംഗതിയായിരുന്നു. ഞങ്ങൾ മൗര് വഴിക്ക് പോകേണ്ടിയിരുന്നു. ഇപ്പൊ ഞങ്ങൾ മൗര് വഴിക്കാണ് വരുന്നത്. കാരണം ഈ ട്രാഫിക് ജാം സഹിക്കാൻ വയ്യ. അപ്പോ ഈ സമരം വാസ്തവത്തില് കോഴിക്കോട് ജില്ലാ കലക്ടറുടെയും വയനാട് ജില്ലാ കലക്ടറുടെയും ഓഫീസുകൾക്ക് മുമ്പിലാണ് സമരം വേണ്ടത്. പ്രധാനമായും കേന്ദ്രീകരിച്ച് ഇവിടെയാണ്. എന്താ വെച്ചാല് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അവര് ജനങ്ങളോട് ഉത്തരവാദപ്പെട്ടിരിക്കുന്ന കൂട്ടരാണ് ഈ കലക്ടർമാര്. അവിടെ പലപ്പോഴും അങ്ങനെ കാണുന്നില്ല. പിന്നെ വയനാട്ടില് എന്റെ ധാരണ ശരിയാണെങ്കിൽ 3 MLA-മാരുണ്ട്. അതിലൊരാൾ മന്ത്രിയാണ്. അപ്പൊ ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് വയനാട്ടുകാരുടെ പ്രശ്നം? ഇപ്പൊ ഞാൻ അതിൽപ്പെട്ട ഒരാളാണ് കേട്ടോ, അത് പരിഹരിക്കാൻ കഴിയാത്തത്. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ, നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, അവര് ഒരുമിച്ചൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് ഈ 2 ജില്ലാ കളക്ടർമാരും കൂടി നടപ്പാക്കാം എന്ന് തീരുമാനിച്ചാൽ മാസങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ അവിടെ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ രാപ്പകൽ സമരത്തിന്റെ വകയിൽ തയ്യാറാക്കിയ ഒരു ലഘുലേഖ ഞാൻ വായിച്ചു. അതിൽ അപ്രായോഗികമായി എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ ഇനിയിപ്പോ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഈ കാര്യത്തെ പറ്റി എന്നെക്കാൾ വിവരമുള്ള ആൾക്കാരായി. അതുകൊണ്ട് ഞാനൊരു പുറത്തുള്ള ഒരാളുടെ പിന്തുണ എന്നുള്ള കണക്കിലാണ് നിങ്ങൾ എന്നെ കാണേണ്ടത്. അപ്പോ ഞാൻ അവർക്ക് സമയം കിട്ടാൻ വേണ്ടി എന്റെ സംഭാഷണം ചുരുക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന ഭക്ഷണം പോലെ, വെള്ളം പോലെ, വസ്ത്രം പോലെ, ചികിത്സ പോലെ ഒരു സംഗതിയാണ് യാത്ര എന്ന് പറയുന്നത്. അത്ര അധികം, കാരണം നമുക്ക് അനങ്ങാൻ പറ്റില്ല ഈ സൗകര്യങ്ങളില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് പല തരത്തിലുള്ള പിന്നോക്കാവസ്ഥയുള്ളൊരു പ്രദേശമാണ് വയനാട്. അവിടെയാണ് നമ്മുടെ ആദിവാസികൾ, പലതരത്തിലുള്ള ആദിവാസി കുടുംബങ്ങൾ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് എന്നെക്കാൾ അറിയാം. പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു സംഗതി, വയൽനാടാണല്ലോ വയനാട്. അവിടെ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന കർഷകരാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2500-ഓളം കർഷകർ സാമ്പത്തിക പ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു ജില്ലയുടെ പേരാണ് വയനാട്. അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. ഇപ്പോ അവിടെ ഉരുൾപൊട്ടുന്നു, അല്ലെങ്കിൽ ഇനി വേറൊരു വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം വരുന്നു. അങ്ങോട്ട് പോകണമെങ്കിലും റോഡ് വേണമല്ലോ, വാഹനം വേണമല്ലോ. അതുകൊണ്ട് ആ തരത്തിലുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടി, ഒരു പാതയ്ക്ക് വേണ്ടി, ഗവൺമെന്റിന്റെ ഈ തരത്തിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് സമരം ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളായ സിദ്ദീഖിനെയും IC ബാലകൃഷ്ണനെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു.